നമസ്തേ. ഇന്ന് നമ്മൾ NCERT ബുക്കിലെ 6ാം ക്ലാസ്സിലുള്ള 3ാമത്തെ പാഠം നാഥാൻ ദോസ് എന്നുള്ള ലെസണാണ് നോക്കുന്നത്. നാഥാൻ ദോസ് എന്നുള്ള ലെസൺ എഴുതിയിരിക്കുന്നത് ശ്രീ പ്രേംചന്ദ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ വളരെയധികം നല്ലൊരു കഥയാണ് നാഥാൻ ദോസ്ത് എന്നുള്ളത്. നാഥാൻ ദോസ്ത് എന്നാൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്, നിഷ്കളങ്കരായ കൂട്ടുകാർ. കേശവ് കെ ഗർ കാർണിസ് കെ ഊപ്പർ ഏക്ക് ചിടിയാനെ അണ്ടേ ദിയേ ദേ. കേശവൻ്റെ വീടിലെ സൺഷെയ്ഡിൻ്റെ മുകളിൽ ഒരു പക്ഷി മുട്ടയിട്ടു. കേശവ് और उसकी बहन श्यामा दोनों बड़े ध्यान से चिड़िया को वहाँ आते जाते देखा करते. കേശവനും അവൻ്റെ സഹോദരിയായ ശ്യാമയും രണ്ടുപേരും ചേർന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ അവിടെ വന്നു പോകുന്ന ആ പക്ഷിയെ നോക്കിക്കൊണ്ടിരുന്നു. सवेरे दोनों आंखें मलते कार्निस के सामने पहुंच जाते और चिड़िया दोनों को वहाँ बैठा पाते. രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഉടനെ തന്നെ കാർണിസിൻ്റെ അടുത്തേക്ക് വരികയും അവിടെ വന്നു പോകുന്ന ആ ആൺപക്ഷിയെയും പെൺപക്ഷിയെയും അവിടെ ഇരിക്കുന്നത് കാണാനായി കഴിയുകയും ചെയ്യും. ഉनको देखने में दोनों बच्चों को न मालूम क्या मजा मिलता, दूध और जलेबी की सुब्बी न रहती. അവർക്ക് ആ പക്ഷികളെ കാണുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുവാനുള്ള ഒരിഷ്ടം പോലും ഉണ്ടായിരുന്നില്ല. ദോനോം കി ദിൽ മേ തരകെ സവാൽ ഉടുത്തി. രണ്ടുപേരുടെ മനസ്സിലും പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായി തുടങ്ങി. അണ്ടേ കിത്തിനെ ബഡേ ഹോങ്കെ, ആ കൂട്ടിലുള്ള മുട്ട എത്ര വലുതായിരിക്കും. കിസ് രംഗ് കെ ഹോങ്കെ, എന്ത് നിറമായിരിക്കും. കിത്തിനെ ഹോങ്കെ, എത്ര എണ്ണം ഉണ്ടായിരിക്കും. ക്യാ കാത്തേ ഹോങ്കെ, ആ മുട്ട എന്താണ് കഴിക്കുക. ഉന്മേം സെ ബച്ചെ കിസ് തര നിക്കലായെങ്കിൽ, അതിൽ നിന്നും എങ്ങനെയാണ് പുറത്തു വരിക. ബച്ചോം കെ പർ കൈസേ നിക്കലെങ്കിൽ, അവർക്ക് എങ്ങനെയാണ് ചിറക് വരിക. ഗോസല കൈസാഹ്, എങ്ങനെയാണ് കൂട്. ലേക്കിൻ ഇൻ ബാത്തോം കാ ജവാബ് ദേനെ വാല കൊയ് നഹീം, എന്നാൽ അതിനുള്ള ഉത്തരങ്ങൾ തരുവാനായിട്ട് ആരും തന്നെ അവർക്ക് അവിടെ ഇല്ല. മാം കോ ഗർ കെ കാം ദന്തേ മേ ഫുർസദ്ദി, അമ്മയ്ക്ക് എപ്പോഴും വീട്ടിലെ ജോലികളിൽ മുഴുകിയിരിക്കും. ഇന്ന ബാബു ജിക്കോ പഠനെ ലിഖ്നേസെ, അച്ഛനാണെങ്കിലോ എഴുതുന്നതിലും വായിക്കുന്നതിലും. ദോനോ ബച്ചെ ആപസ് ഹി മീം സവാൽ ജവാബ് കർക്കെ അപ്നെ ദിൽ കോ തസല്ലി ദേ ലിയാ കർത്തെ. രണ്ട് കുട്ടികളും അവരുടെ ചോദ്യങ്ങൾ തമ്മിൽ സ്വയം ആ ചോദ്യവും ഉത്തരവും പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ശ്യാമ കത്തി ക്യോ ഭയ്യ ബച്ചെ നിക്കൽക്കർ ഫുർസെ ഉഡ്ജായെങ്കിൽ, ശ്യാമ പറയുമായിരുന്നു, ഈ പക്ഷി പുറത്തു വന്നാൽ അപ്പോൾ തന്നെ പറക്കുമോ. കേശവ് വിദ്വാനവും ജയ്സെ ഗർസെ കത്ത, അവൻ വളരെയധികം വിദ്വാൻമാർക്ക് അറിയുന്ന പോലെ ഒരു അഭിമാനത്തിൽ പറയും, നഹീ ജി പകലി പഹലെ പർ നിഖലെങ്കി, ഒരിക്കലും ഇല്ല, അതിനാദ്യം ചിറക് വരണ്ടേ. ബഗേർ പരോം കെ ബേച്ചാര കൈസെ ഉടേങ്കി, എങ്ങനെയാണ് ഈ ചിറകില്ലാതെ പക്ഷി പറക്കുക എന്നൊക്കെ അവൻ വളരെയധികം അറിവുള്ളവരെ പോലെ സംസാരിക്കും. ശ്യാമ ബച്ചോം കോ ക്യാ കിലായേഗി ബേച്ചാരി, പാവം ആ കുട്ടികൾക്ക് എന്താണ് തിന്നാൻ കൊടുക്കുക. കേശവ് പേച്ച സവാൽ കാ ജവാബ് കുച്ച് ന ദേ സക്ത, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരിക്കലും അവന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇസ് തര 3-4 ദിൻ ഗുജർ ഗയെ, ഇപ്രകാരം 3-4 ദിവസങ്ങൾ കഴിഞ്ഞു. ദോനോ ബച്ചേം കി ജിജ്ഞാസ ദിൻ ദിൻ ബഡ്തി ജാതി തി, രണ്ട് കുട്ടികളുടെയും ജിജ്ഞാസ വർദ്ധിച്ചു കൊണ്ടിരുന്നു. അണ്ടേ കോ ദേഖ്നെ കെ ലിയേ വേ അധീർ ഹോ ഉഠ്തേ തെ, ആ മുട്ട കാണുന്നതിന് വേണ്ടി അവർ വളരെയധികം പരിശ്രമിച്ചു. ഉനോനെ അനുമാൻ ലഗായാക്കി അബ് ജറൂർ ബച്ചേ നിക്കലായേ ഹോങ്കെ, തീർച്ചയായും അതിൽ നിന്നും മുട്ട പൊട്ടി കുട്ടികൾ പുറത്തു വന്നിരിക്കും. ബച്ചോം കെ ചാരേ കാ സവാൽ അബ് ഉൻകെ സാമനെ ആ കടാ ഹുവ, ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ കുട്ടികളുടെ മുന്നിൽ നിൽക്കുക തന്നെ ചെയ്തു. ചിടിയ ബേച്ചാരി ഇത്തിന ധാന കഹാം പായെങ്കി കി സാരേ ബച്ചോം കാ പേട്ട് ഭരെ, ആ പാവം പക്ഷിക്ക് എവിടുന്നാണ് ഇത്രത്തോളം ധാന്യം ലഭിക്കുക, എല്ലാ കുട്ടികളുടെയും വയറ് നിറയ്ക്കാൻ. ഗരീബ് ബച്ചെ ഭൂക്ക് കെ മാരെ ചൂച്ചു കർക്കെ മർജായെങ്കിൽ, ആ പാവം കുട്ടികൾ പട്ടിണി കിടന്ന് തന്നെ ഒരു പക്ഷേ മരിച്ചു പോകും. ഇസ് മുസീബത്ത് കാ അന്താജ കർക്കെ ദോനോ ഘബരാവുടെ, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അവർ വളരെയധികം പരിഭ്രമിച്ചു. ദോനോനെ ഫൈസല കിയാക്കി കാർണിസ് പർ ദോഡാസ ദാന രഖ് ദിയാ ജായ്, കുറച്ച് ആ സൺഷെയ്ഡിൻ്റെ മുകളിൽ കൊണ്ടുപോയി എന്തെങ്കിലും ഭക്ഷണം വെക്കാനായി അവർ തീരുമാനിച്ചു. ശ്യാമ കുശ് സേ ബോലി തബ് തോ ചിടിയ കോ ചാരോം കെ ലിയെ കഹി ഉഡ്കർ ന ജാനാ പടേഗ, അവിടെ നിന്നും ആ പക്ഷികൾ പറന്ന് ചാരേ കെ ലിയെ കഹീം, എവിടേക്കെങ്കിലും പറന്നു പോകണ്ടേ. കേശവ് നഹി തബ് ക്യോം ജായെങ്കെ, ശ്യാമ ക്യോം ഭയ്യ ബച്ചോം കോ ധൂപ് ന ലഗ്തി ഹോഗി, അതിന് വെയിലൊക്കെ കൊള്ളില്ലേ എന്ന്
ശ്യാമ ചോദിക്കുകയാണ്. കേശവ് ക ധ്യാൻ ഇസ് തക്ലീഫ് കി തരഫ് ന ഗയാ ഥാ. അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ബോല ജരൂർ തക്ലീഫ് ഹോഗി, ബേച്ചാരെ പ്യാസ് കെ മാരെ തടപ്തേ ഹോങ്കെ. പാവം ദാഹം കൊണ്ട് അത് വിഷമിക്കും. ഊപ്പർ ഛായാ ഭി തോ കോയി നഹി, മുകളിൽ ഒരു നിഴൽ പോലുമില്ല. ആഖിർ യഹി ഫൈസല ഹുവാ കി ഗോസലെ കെ ഊപ്പർ കപ്പടെ കി ഛത് ബനാ ദേനി ചാഹിയെ. അവസാനം ഇപ്രകാരം തീരുമാനിച്ചു, ആ കൂടിന് മുകളിൽ വസ്ത്രം കൊണ്ട് ചെറിയൊരു മേൽക്കൂര മേയണം. ഈ പ്യാലി और दोडी से चावल रख देने का प्रस्ताव भी स्वीकार हो गया. ഒരു കപ്പിൽ കുറച്ച് വെള്ളവും ഒരു ചെറിയ ഒരു പാത്രത്തിൽ ധാന്യങ്ങളും വെക്കാനായി അവർ തീരുമാനിച്ചു. ദോനോം ബച്ചെ ബഡേ ചാവ് സെ കാം കർണേ ലഗി. രണ്ടുപേരും വളരെയധികം ഇഷ്ടത്തോടു കൂടി ആ ജോലി ചെയ്തു. ശ്യാമ മാന്ത് കി ആംഖേം ബജാക്കർ മട്കെ സെ ചാവൽ നിക്കല്ലായി. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് അവൾ കുറച്ച് അരി എടുത്തു കൊണ്ടുവന്നു. കേശവനെ പത്തർ की प्याली का तेल चुटके जमीन पर गिरा दिया. उसको साफ करके उसने पानी दिया. അവൻ ഒരു ചെറിയ കപ്പൊക്കെ എടുത്ത് അതിൽ വൃത്തിയായി കഴുകിയതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം നിറച്ചു. അബ് ചാന്ദിനി കെലിയെ കപ്പട കഹാം ഗയെ. എവിടെ നിന്നാണ് നിഴലിന് ഒരു വസ്ത്രം കിട്ടുക? ഫിർ ഊപ്പർ ബഗേര ചടിയാക്കി കപ്പടോം കാ കൈസെ ഓർ ചടിയാ കടി ഹോഗി. എങ്ങനെയാണ് ഇതെല്ലാം നിർത്തുക എന്ന് ചിന്തിച്ചു. കേശവ് ബഡി തീർത്ഥക്കേസി ഉദ്ദേട്പൻ മേ രഹ. കുറേ നേരം അവൻ ഈ വിഷമത്തിൽ തന്നെയിരുന്നു. ആഖിർകാർ ഉസ്നെ യ മുഷ്കിൽ ബി കർ ദി. ശ്യാമ ने से बोला, जाकर कूड़ा फेंकने वाली टोकरी उड़ा ले आओ. ആ വേസ്റ്റ് ഇടുന്ന ആ പാത്രം എടുത്തു കൊണ്ടുവരും. അമ്മാജിക്കോ മത് ദിക്കാൻ. അമ്മയ്ക്കത് കാണിച്ചു കൊടുക്കണ്ട. ശ്യാമ വഹാം തോ ബീച്ച് മേ ബീച്ച് സേ ഫട്ടി ഹുയി ഉസ്മേ ധൂപ് ജായേഗി. അത് ഇടയിൽ വെച്ച് കീറിയാൽ വെയിൽ കൊള്ളില്ല. കേശവനെ ജുഞ്ചുലക്കർ കഹ തു ടോക്കരി തോല. നീ ആദ്യം പോയി ആ കൂടെ എടുത്തു കൊണ്ടുവരും. മേ മുസ്കെ സുരാഖ് ബന്ദ് കർണേക്ക് ലിയെ ഹിക്മത്ത് നിക്കാലൂങ്ക. ഞാൻ അതിനെ എങ്ങനെയെങ്കിലും അടയ്ക്കാനുള്ള വഴി നോക്കാം. ശ്യാമ ദൗട്ട്കർ ടോക്കരി ഉടാലായി. ശ്യാമ ഓടിപ്പോയി ആ ഒരു ബാസ്ക്കറ്റ് എടുത്തുകൊണ്ടുവന്നു. കേശവനെ ഉസ്കി സുരാഖ് മേ ദോഡാസ കാഗസ് ടൂസ്ലിയ. അതിൻ്റെ ആ ഒരു ഹോളുള്ളതിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചു. തബ് ടോക്കരിക്കോ ഏക് ടഹനീസെ ടിക്കാക്കർ പോല. ഒരു ചെറിയൊരു കഷ്ണം കൊമ്പെടുത്തുകൊണ്ട് അതിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഐസാഹി ഗോൻസല പർ അങ്ങനെ ഒരു കൂടിൽ ഉസ്കോ ആഡ് മേ ദൂങ്ക. അതിന് നിഴൽ കിട്ടും. തബ് കൈസെ ധൂപ് ജായേഗി. ശ്യാമാനെ ദിൽ മേ സോച്ച, ഭയ്യ കിത്തിനെ ചാലാക്ക് ഹേ. എത്ര കഴിവുള്ളതാണ് മനസ്സിൽ അവൾ ചിന്തിച്ചു. ഗർമി കെ ദിൻ്റെ, നല്ല ചൂടുള്ള ദിവസം. ബാബുജി ദഫ്തർ ഗയേ ഹുയേ തെ. അച്ഛൻ ഓഫീസിൽ പോയിരുന്നു. അമ്മ ദോനോ ബച്ചോങ്കോ കമ്രേമേ സുലാക്കർ ഖുദ് സോ ഗയി ദി. ആ രണ്ട് കുട്ടികളെയും മുറിയിൽ കിടത്തി ഉറക്കിക്കൊണ്ട് അമ്മ ഉറങ്ങാനായി കിടക്കുകയും ചെയ്തു. ലേക്കിൻ ബച്ചോങ്കി ആംഖേമേ ആജ് നീന്ത് കഹാ. പക്ഷേ കുട്ടികൾക്ക് ഉറക്കമില്ലായിരുന്നു. അമ്മാജി കോ ബഹലാനെ കെ ലിയെ ദോനോ ദം രോക്കെ ആംഖേം ബന്ദ് കിയെ മൗക്കെ കാ ഇന്തസാർ കർ രഹേ തെ. അമ്മയെ പറ്റിക്കുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്തു? രണ്ടുപേരും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കണ്ണടച്ച് പുറത്തിറങ്ങാനുള്ള അവസരം കാത്ത് നിൽക്കുകയായിരുന്നു. ജോം ഹി മാലൂം ഹുവാ കി അമ്മാജി അച്ചി തര സേ സോ ഗയി. ദോനോ कैसे उड़े और बहुत धीरे से दरवाजे की सिक्कनी खोलकर बाहर निकल आई. അമ്മ നല്ല ഉറക്കത്തിലായ സമയത്ത് രണ്ടുപേരും ഒന്നും മിണ്ടാതെ പുറത്തിറങ്ങുകയും ആ വാതിൽ തുറന്നുകൊണ്ട് പുറത്തു പോവുകയും ചെയ്തു. അണ്ടേക്ക് ഹിഫാജത്ത് കി തയ്യാരിയം ഹോനെ ലഗി. ആ മുട്ടയ്ക്ക് വേണ്ട സംരക്ഷണം ചെയ്യാനായി പരിശ്രമിച്ചു. കേശവ് കമരമേ ഏക് സ്റ്റൂൾ ഉടാലായ. കേശവ് മുറിയിൽ ചെന്ന് ഒരു സ്റ്റൂൾ എടുത്തു കൊണ്ടുവന്നു. ലേക്കിൻ ജബ് ഉസ്സേ കാം ന ചലാത്തോ നഹാനെ കി ചൗക്കി ലാക്കർ സ്റ്റൂൾ കെ നീച്ചെ രക്കി അവർ ഡർത്തെ ഡർത്തെ സ്റ്റൂൾ പർ ചട. അതുകൊണ്ട് എത്താതെ വന്ന സമയത്ത് ആ കുളിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു പലക എടുത്തു കൊണ്ടുവന്ന് ആ സ്റ്റൂളിനടിയിൽ വെക്കുകയും പേടിയോടുകൂടി ആ സ്റ്റൂളിന് മുകളിൽ കയറുകയും ചെയ്തു. ശ്യാമ ദോനോം ഹാത്തോം സെ സ്റ്റൂൾ പക്കട്ടെ ഹുയീതി. ശ്യാമ രണ്ട് കൈകൾ കൊണ്ടും ആ സ്റ്റൂള് പിടിച്ചു. സ്റ്റൂൾ ചാരോം ഠാങ്കെ ബരാബർ ന ഹോനേക്കെ കാരൻ ജിസ് തരവ് ജ്യാദ ദബാന പത്താത. ആ സ്റ്റൂള് 4 കാലുകളും തുല്യമാവാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്നു. ജരാസ ഹിൽ ജാത്താത, കുറച്ച് ഇളവുകയും ചെയ്തു. ഉസ് വക്ത് കേശവക്കോ കിത്നി തക്ലീഫ് ഉഡാന പടുത്തി. അവൻ എത്രത്തോളം ബുദ്ധിമുട്ടിയിരിക്കുമെന്ന്
അവൾ മനസ്സിൽ ചിന്തിച്ചു. ദോനോ ഹാത്തോം സെ കാർനിസ് പക്കട്ടിലെ ലേത്ത അവർ ശ്യാമാക്കോ ദബി ആവാസെ ഢാൺത്ത അച്ചി തര പക്കട്ട്. ഇടയ്ക്ക് അവനവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്റ്റൂള് ഇളകുമ്പോൾ അവളെ ചീത്ത പറയുമായിരുന്നു. വളരെ പതുങ്ങിയ ശബ്ദത്തിൽ പറയുമായിരുന്നു, അച്ചി തര പക്കട്ട്, നല്ല രീതിയിൽ അത് പിടിക്കുക എന്ന് പറയുമായിരുന്നു. വർണ്ണ ഉത്തർക്കർ ബഹുത് മാരൂങ്ക, അത് നേരെ പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇറങ്ങി വന്ന് നിനക്ക് നല്ല അടി തരും. മഗർ ബേച്ചാരി ശ്യാമാക്ക ദിൽ തോ ഊപ്പർ കാർനി സ്പർദ്ധ, പക്ഷേ അവൾ ആ മുകളിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. വസ് ഉസ്കാ ധ്യാൻ ഉദർ ചലാജാത്ത ഹാത്ത് ഡീലെ പഡ്ജാത്തെ, മുകളിലെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അറിയാതെ അവളുടെ കൈ ഇളകിപ്പോകുമായിരുന്നു. കേശവനെ ജ്യോം ഹി കാർനിസ് പർ ഹാത്ത് രക്ക ദോനോം ചിടിയ ഉഡ്ഗയി, എപ്പോഴാണോ അവൻ പതുക്കെ ആ സൺഷെയ്ഡിൽ കൈവച്ചത് ആ രണ്ട് പക്ഷികളും പറന്നുപോയി. കേശവനെ കാർനിസ് പർ ദോടെ തിൻകെ ബിച്ചാ ഹുയെ ഔർ ഉൻ പർ തീൻ അണ്ടേ പടേ ഹുയേതെ, അവൻ അവിടെ കുറച്ച് ഈ ധാന്യങ്ങളെല്ലാം വിതറി അവിടെ 3 മുട്ടകൾ കിടന്നിരുന്നു. ജയ്സെ ഗോൻസലോ ഉസ് പർ ദേക്കെ വൈസ ഗോയി ഗോൻസല നഹീന്ത, ആ സൺഷെയ്ഡിന് മുകളിൽ കൂടൊന്നുമില്ലായിരുന്നു. ശ്യാമാനെ നീച്ചെ സെ പൂച്ച ക്യോം ബച്ചേ ഹേ ബയ്യ, അതിൽ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. കേശവ് തീൻ അണ്ടേ ഹേ അബി ബച്ചേ നഹി നിക്കലെ, 3 മുട്ട മാത്രമേ ഉള്ളൂ, കുട്ടികളായിട്ടില്ല. ശ്യാമ ജരാ ഹമേൻ ദിക്കാദോ ബയ്യ കിത്തിനെ ബഡേ ഹേ, എനിക്ക് കാണിച്ചു തരുമോ എത്ര വലുതാണ് എന്ന് ചോദിച്ചു. കേശവ് ദിക്കാദൂങ്ക പഹലെ ജരാ ചിതടയിലെയാ നീച്ചെ ബിച്ചാദോ, കുറച്ച് കീറിയ തുണി കൊണ്ടുവരൂ, അതിനെ താഴെ വിരിക്കട്ടെ. ബേച്ചാരെ അണ്ടേ തിൻകോമേം പടേഹെ, ആ ചെറിയ ചെറിയ പുല്ലിലെല്ലാമാണ് കിടക്കുന്നത്. ശ്യാമ ദൗഡ്കർ അപ്നി പുരാനി ധോത്തി പാടുക്കർ ഏക് ടുക്കടാലായി, ചെറിയൊരു മുണ്ട് കീറിക്കൊണ്ടുവന്ന് വന്നു. കേശവനെ ജുക്കുക്കർ കപ്പടേ ലേലിയ, അവൻ താഴ്ന്ന് അത് വാങ്ങിച്ചു. ഉസി കൈ തക്കെ ഉസ്നെ ഏക്ക് ഗദ്ദി ബനായി, ഒരു നല്ലൊരു മെത്ത പോലെ ഉണ്ടാക്കുകയും ഉസേ തിൻകെ ബിച്ചാക്കർ തീനോ മണ്ടവും ധീരേസെ ഉസ്പർ ലബ്ദിയ, അതിന് മുകളിൽ ഈ 3 മുട്ടകളും എടുത്തു വെച്ചു. ശ്യാമാനെ ഫിർ കഹ ഹംകോ ബി ദിക്കാദോ ബയ്യ, എനിക്കും കൂടി കാണിച്ചു തരുമോ എന്ന് വീണ്ടും ശ്യാമ ചോദിച്ചു. കേശവ് ദിക്കാദൂങ്ക പഹലെ ജരാസ ടോക്കരി തോ ദേതോ ഊപ്പർ ഛായ കർദോ, നീ പോയി പെട്ടെന്ന് തന്നെ ആ ബാസ്ക്കറ്റ് എടുത്തു കൊണ്ടുപോകാം, ഒരു നിഴൽ, അവർക്ക് എന്തെങ്കിലും തണൽ കൊടുക്കട്ടെ. ശ്യാമാനെ ടോക്കരി നീച്ചെ സേ ദമാതി और बोली अब तुम उधर आओ, मैं भी तो देखो, നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങൂ, ഞാനൊന്ന് കാണട്ടെ. കേശവനി ടോക്കരി को एक टहनी से टिकाकर कहा जा दाना और पानी का प्याला भी दे, मैं उधर जाऊँ तो तुझे दिखा दूंगा. നീ പെട്ടെന്ന് തന്നെ എനിക്ക് ആ ബാസ്ക്കറ്റിൽ, അവൻ ആ ബാസ്ക്കറ്റിൽ അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അവളോട് പറഞ്ഞു, നീ ധാന്യവും വെള്ളവും കുടിത്ത, എന്നിട്ട് ഞാൻ ഇറങ്ങാം, നിനക്ക് കാണിച്ചു തരാം. ശ്യാമ പാലി ഓർ ചാവൽ ബീലായി, അവൾ അത് രണ്ടും കൊണ്ടുവന്നു. കേശവനെ ടോക്കരിക്ക് നീച്ചെ ദോനോം ചീസേ രക്ലി അഹിസ്ത സേ ഉദറായ, അത് രണ്ടും വെച്ചതിന് ശേഷം അവൻ ഇറങ്ങി വന്നു. ശ്യാമാനെ ഗിഡ് ഗിഡാക്കർ കഹ അബ് ഹംകോ ബി ചടാദോ ബയ്യ, ശ്യാമ വളരെയധികം പേടിയോടിക്കൂടി പറഞ്ഞു, എനിക്കും ഒന്ന് എന്നെ കയറ്റി വിടൂ. കേശവ് തൂ ഗിർ പടേങ്കി, നീ താഴെ വീഴും. ശ്യാമ ന ഗിരൂങ്കി ബയ്യ തും നീച്ചേ സേ പക്കട്ട് രഹന, ഞാൻ വീഴൊന്നുമില്ല, താഴെ നിന്ന് നിങ്ങൾ പിടിച്ചാൽ മതി. കേശവന്ന ഭയ്യ കഹീം തു ഗിരാ പടി തോ അമ്മാജി മേരെ ചട്നി ഹി കർ ദോ, കഹേങ്കി കി തൂനെ ചടായാ ദാ ക്യാ കരേഗി ദേക്കർ, അവൻ ഉടനെ പറയണം, നീ എങ്ങാനും താണ വീണാൽ അമ്മ എന്നെ അടിച്ച് ശരിപ്പെടുത്തും, അതിനാൽ നീ നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്ത് കാണാനാണ്. അണ്ടേ ബഡേ ആരാം സേഹി, ഇപ്പോൾ വളരെയധികം അത് സുഖമായിരിക്കുന്നുണ്ട്. ജപ്നിക്കലെങ്കിൽ ഉൻകോ പാലെങ്കിൽ, അത് വളർന്ന് വലുതാവട്ടെ, അപ്പോൾ നമുക്കതിനെ നോക്കാം. ദോനോം ചിടിയാം ബാർ ബാർ കാർനിസ് പർ ആത്തി തി, ആ 2 പക്ഷികളും ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നിരുന്നു. അവർ ബഗേർ ബൈട്ടേ ഹി ഉഡ്ജാത്തി, അടുത്ത് വന്നിരുന്ന് പോകുമായിരുന്നു. ഇന്നസ് ഒച്ചെ ഹം ലോക് ഡർസെ നഹീം ബൈട്ടി, പേടി കൊണ്ട് അടുത്തിരുന്നില്ല. സ്റ്റൂൾ ഉടാക്കർ കംരേസയിലേക്കായ ആ സ്റ്റൂളെടുത്ത് മുറിയിലേക്ക് വെച്ചു. ചൗക്കി കീതി വഹാം രക്ലി, ചൗക്കി അത് എവിടെയായിരുന്നു ആ പലക, അത് അവിടേക്ക് തന്നെ എടുത്തു വയ്ക്കുകയും ചെയ്തു. श्यामा ने आंखों में आंसू भरकर कहा, तुमने मुझे नहीं दिखाया, मैं अम्मा जी से कह दूंगी. ശ്യാമ കണ്ണുനീർ നിറച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ, ഞാൻ അമ്മയോട് എന്തായാലും പറഞ്ഞു കൊടുക്കും. കേശവ അമ്മാജീസെ കഹേങ്കിത്തോ ബഹുത് മാരൂങ്ക കഹേ ദേത്താഹോ, അമ്മയോട് പറഞ്ഞാൽ നല്ല അടി കിട്ടും. ശ്യാമാത്തോ തുമ്നെ മുജേ ദിക്കായ ക്യോം നഹീം, എന്തുകൊണ്ട് എനിക്ക് കാണിച്ചു തന്നില്ല. കേശവ ഓർ ഗിരാപടുത്തിത്തോ ചാർ സർന ഹോ ജായ്, അതിൻ്റെ മുകളിൽ നിന്ന് വീണ നിൻ്റെ തല 4ആയി പോകും. ശ്യാമ ഹോ ജാത്തെ ദേഖ് ലേന മേം കൗദൂങ്കി, എനിക്ക് കാണണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എത്തിനെ മേം കോട്രേക്ക
दरवाज़ा खुला और माम ने धूप से आंखों को बचाते हुए कहा, तुम दोनों बाहर कब निकल आए? അമ്മ ആ മുറിയുടെ വാതിൽ തുറക്കുകയും പുറത്തു വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് അവിടെ നിന്നും പുറത്തേക്ക് വന്നത്? മേനെ കഹാൻ അതാക്കി ദോപഹർ കൊന്ന നിക്കൽന കിസ്നെ കി വാട്ട് കോല. ഞാൻ പറഞ്ഞതല്ലേ വെയിലത്ത് പുറത്തു പോകരുതെന്ന്. ആരാണ് ഈ വാതിൽ തുറന്നത്? കിവാട്ട് കേശവനെ ഖോലാദ. വാതിൽ തുറന്നത് കേശവാണ്. ലേക്കിൻ ശ്യാമാനെ മാംസേ യ ബാത് നഹീം കഹി. പക്ഷേ അവൾ അമ്മയോട് ഇത് പറഞ്ഞില്ല. ഉസേ ഡർ ലഗാക്കി ബയ്യ പിട് ജായെങ്കി. ഏട്ടനെ അടി കൊണ്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞില്ല. കേശവ് ദിൽമേം ഖാംബ് രഹാദാക്കി കഹി ശ്യാമ കഹ്നദേ. അവൾ പറയുമോ എന്നുള്ള പേടി കേശവന് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അണ്ടേ നെ ദിഖായിദേ ഇസ്സേ ഉസ്കോ ശ്യാമ പർ വിശ്വാസ്നത. അവൾക്ക് മുട്ട കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവളെ ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. ശ്യാമ സിർഫ് മുഹമ്മദ് കെ മാരെ ചുപ് രഹാ ഗയ കസൂർ മേ ഹിസ്സേദാർ ഹോനെ വജഹ സെ ഇസ്കെ ഫൈസല നഹീ കിയാ ജാ സക്ത. അതിനാൽ മാത്രം അവൾ പേടി കൊണ്ട് മാത്രം പറയാതിരുന്നായിരുന്നു. ഷായദ് ദോനോം ഹി ബാത്തേം ദി. രണ്ടുപേരും കൂടെ ചെയ്തതാണ് ഈ പ്രവൃത്തികളെല്ലാം. മാനെ ദോനോം കോ ഡാൻ ടപട്ട് കർ ഫിർ കമരെ മേ ബന്ദ് കർ ദിയ. അമ്മ വീണ്ടും ചീത്ത പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റി. അവർ അബ് ധീരെ ധീരെ ഉനെ പങ്കാ ജൽനെ ലഗി. പെട്ടെന്ന് തന്നെ ഫാനെല്ലാം ഓടിച്ചു തുടങ്ങി. അബി സിർഫ് 2 ബജേ ദേ. 2 മണിയായിരുന്നുള്ളൂ. ബാഹർ തേജ് ലൂ ചൽ രഹീദി. നല്ല ചൂടുകാറ്റ് പുറത്ത് വീശുന്നുണ്ടായിരുന്നു. അബ് ദോനോ ബച്ചേക്കോ നീന്താ ഗയീദി. നല്ല ഉറക്കം അവർക്ക് രണ്ടുപേർക്കും വന്നിരുന്നു. 4 ബജെ എക്കായക് ശ്യാമാക്കി നീന്ത് കുലി. 4 മണിക്ക് അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. കിവാട്ട് കുലേ ഹുയേ ഥേ. വാതിൽ തുറന്നിരുന്നു. വ ദൗഡി ഹുയി കാർണിസ് കെ പാസായി. അവർ ഊപ്പർ കി തരവ് താക്നെ ലഗി. അവൾ ഓടി വന്നുകൊണ്ട് നേരെ ആ കാർണിസിൻ്റെ അടുത്തേക്ക് വരികയും മുകളിലേക്ക് നോക്കി. ടോക്കരി ക പദാനത. അവിടെ ആ കൂട കാണാൻ കഴിഞ്ഞില്ല. സംയോഗ് സെ ഉസ്കെ നസർ നീച്ചെ ഗയി. പെട്ടെന്ന് അവൾ താഴത്തേക്ക് നോക്കിയ സമയത്ത് ഉൾട്ടെ പാവ് ദൗഡ്തി ഹുയി കമരെ മേ ജാക്കർ ജോർ സെ ബോലി, ഭയ്യ അണ്ടേ തോ നീച്ചെ പടേ ഹേ ബച്ചേ ഉഠ് ഗയേ ഹേ. ആ മുന്നിലേക്ക് വെച്ച പിന്നിലേക്ക് തന്നെ വെച്ച് അവൾ ഓടി ചെന്ന് കേശവനോട് പറയണ, മുട്ട താഴെ വീണ് കിടക്കുന്നു, കുട്ടികളെല്ലാം പറന്നു പോയിരിക്കുന്നു. കേശവ് ഗബരാ കറുട और दौड़ा हुआ बाहर आता तो क्या देखता है कि तीनों मंडे नीचे टूट पड़े हैं और उसके कोई चूने की भी चीज़ बाहर निकल आई है. पानी की प्याली भी एक तरफ टूट पड़ी है. കേശവ് പരിഭ്രമിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും അവൻ നോക്കിയ സമയത്ത് 3 മുട്ടകളും താഴെ വീണ് കിടക്കുന്നു. കൊയ് ചൂനയ്ക്ക് ചീസ് ബാഹർ നിക്കലായി ഹേ. എന്തോ ഒരു ദ്രാവകം മാത്രം താഴെ കിടക്കുന്നു. പാനിക്ക് പ്യാലി ബി ഏക് തരഫ് ടൂട്ടി പടി ഹേ. ആ വെള്ളം വെച്ചിരുന്ന ആ പാത്രവും പൊട്ടിക്കിടക്കുന്നത് കാണാനായി കഴിഞ്ഞു. उसके चेहरे का रंग उठ गया. सहमी हुई आंखों के ज़मीन की तरफ देखने ला. ശ്യാമ ने पूछा, बच्चे कहाँ मुड़ गए भैया. അവൻ്റെ മുഖമെല്ലാം വളരെയധികം വിളർത്തുപോയി. അവൻ വളരെ ദൃഷ്ടി താഴത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ശ്യാമ ചോദിച്ചു, ബച്ചെ കഹാ ഉഡ് ഗയേ ഭയ്യ. എവിടേക്കാണ് ഈ പക്ഷികൾ പറന്നു പോയിരിക്കുക? കേശവനെ കരുണാസ്വർണെ കഹാ അണ്ടേ തോട്ട് ഫൂഡ് ഗയേ ഹേ. അവൻ വളരെയധികം ദുഃഖത്തോടു കൂടി പറഞ്ഞു, മുട്ടയെല്ലാം പൊട്ടിപ്പോയിരിക്കുന്നു. ശ്യാമ അവർ ബച്ചെ കഹാൻ ഗയേ. കുട്ടികൾ എവിടെ പോയി? കേശവ് തേരെ സർമേ, നിൻ്റെ തലയിൽ എന്ന് അവൻ ദേഷ്യത്തോടു കൂടി പറഞ്ഞു. ദേഖ്തേ നഹീ ഹേ അണ്ടേ മേം സെ ഉജല ഉജല പാനി നിക്കൽ ആയ വഹീം തോ 2-4 ദിനോ മേം ബച്ചെ ബൻ ജാത്തെ. നിനക്ക് കാണാനായി കഴിയുന്നില്ല ഇതിൽ തിളങ്ങുന്ന ഒരു വെള്ളം. ഇതിൽ നിന്നാണ് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കുട്ടികൾ പുറത്തേക്ക് വരേണ്ടത്. മാമിനെ സോട്ടി ഹാത്ത് മേ ലിയേ പൂച്ച, തും ദോനോ വഹാൻ ധൂപ് മേം ക്യാ കർ രഹേ ഹോ. അമ്മ ചോദിച്ചുകൊണ്ട് വന്നു, നിങ്ങൾ രണ്ടുപേരും എന്താണ് ഈ വെയിലത്ത് ചെയ്യുന്നത്? ശ്യാമാനെ കഹ അമ്മാജി ചിടിയാക്കി അണ്ടേ ടൂട്ട് പടേ ഹേ. ആ പക്ഷിയുടെ മുട്ടയെല്ലാം പൊട്ടിയിരിക്കുന്നു. മാമിനെ ആക്കാർ ടൂട്ടേ ഹുയി അണ്ടോ കോ ദേഖ്താ और गुस्से में बोला, तुम लोगों ने अंडे को चू होगा. നിങ്ങൾ ഒരു പക്ഷേ അതിനെ തൊട്ടിരിക്കുമല്ലേ എന്ന് അമ്മ ദേഷ്യത്തോടു കൂടി ചോദിച്ചു. അബ് തോ श्यामा को भैया पर ज़रा भी तरस न आया. उसने शायद अंडों को इस तरह रख दिया कि नीचे गिर पड़े. इसे उसे मज़ा मिलनी चाहिए. बोली, इन्होंने अंडों को छेड़ा था अम्मा जी. ജ്യേഷ്ഠനാണ് ഈ മുട്ടയെല്ലാം ഉപദ്രവിച്ചത് എന്ന് അവൾ ആ കിട്ടിയ സമയം പാഴാക്കാതെ അമ്മയോട് പറഞ്ഞു കൊടുത്തു. മാമിനെ കേശവ് സെ പൂച്ച, ക്യോം രേ, എന്തിനാ നീ ചെയ്തതെന്ന് അമ്മ ചോദിച്ചു. കേശവ് ബീഗി ബില്ലി ബന ഖടാദ. നനഞ്ഞ പൂച്ചയെപ്പോലെ കേശവ് പേടിച്ച് കിടുകിടാന്ന് വിറച്ചുകൊണ്ട് നിന്നു. മാം തൂ വഹാം പഹുഞ്ച് കൈസെ, നീ എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെട്ടത് എന്ന് അമ്മ അവനോട് ചോദിക്കുകയും ചെയ്തു.
ശ്യാമ ചൗക്കി പർ സ്റ്റൂൾ രക്കർ ചടേ അമ്മാജി. ശ്യാമ അമ്മയോട് പറയണ പലകയുടെ മുകൾ സ്റ്റൂൾ വെച്ചിട്ടാണ് കയറിയത്. കേശവ് തൂ സ്റ്റൂൾ ധാമേ നഹീ കടീതി. നീയല്ലേ എനിക്ക് സ്റ്റൂൾ പിടിച്ചു തന്നത് എന്ന് അവൻ തിരിച്ചും ചോദിച്ചു. ശ്യാമ തുമീം നേ തോ കഹാദ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്. മാം തൂ ഇത്തിന ബഡാ ഹുവ മുझे अभी इतना भी नहीं मालूम चूने से चिड़िया के अंडे ഗന്ധേ ഹോ ജാത്തേ. നിനക്ക് ഇത്ര വലുതായിട്ടും അറിയില്ലേ, ഈ മുട്ട പക്ഷിയുടെ മുട്ട തൊട്ടാൽ അത് അഴുക്കാകും. ചിടിയ ഫിർ ഉനേം നഹീ സേത്തി. പിന്നീട് പക്ഷി അതിനെ തൊടില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് കേശവനോട് ചോദിച്ചു. ശ്യാമാനെ ഡർത്തെ പൂച്ച തോ ക്യാ ചിടിയാനെ അണ്ടേ ഗിരാ ദിയേ ഹേ അമ്മാജി. ആ പക്ഷിയാണോ അപ്പോൾ ഈ മുട്ടയെല്ലാം താഴെ ഇട്ടത് എന്ന് ചോദിക്കണം. ഓർ ക്യാ കർത്തി കേശവനെ സിർ നിസ്കാ പാപ്പടേങ്ക. കേശവൻ എന്നെയാണ് ഈ ചെയ്തതിൻ്റെ പാപം അനുഭവിക്കുക. ഹായ് ഹായ് തീൻ ജാനയിലേക്ക് ദുഷ്ടനെ 3 മുട്ടയാണ് നശിപ്പിച്ചത് എന്ന് പറഞ്ഞു. കേശവ് രോനി സൂരത് ബൻകർ ബോല മേനേം തോ സിർഫ് അണ്ടേം കോ ഗദ്ദി പർ രഖാ ദിയാദ അമ്മാജി. ഞാൻ അതിനെ നല്ലൊരു മെത്ത വിരിച്ച് കിടത്തിയതാണ്, എടുത്തു വെച്ചതാണ്, അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് കേശവ് കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു. മാം കോ ഹസി ആ ഗയി. അമ്മയ്ക്ക് ചിരി വന്നു. മഗർ കേശവ് കോ കൈ ദിനോ തക് ഗൽത്തി പർ അഫ്സോസ് പട. കുറേ ദിവസത്തോളം അവന് അതിൻ്റെ ദുഃഖം അനുഭവിച്ചു. അണ്ടോം കി ഹിഫാജത് കർനെ കെ ജോബ് മേ ഉസ്നെ ഉൻക സത്യനാശ് കർ ഡാല. ആ മുട്ടയെല്ലാം താൻ അറിയാതെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇസേ യാദ് കർ കബി കബി റോഡ് പർത്ത. അതിനെ ആലോചിച്ച് പലപ്പോഴും അവൻ കരയുമായിരുന്നു. ദോനോം ചിടിയ വഹാം ഫിർ നദിക്കായി ദി. പിന്നീട് ആ 2 പക്ഷികളെ അവിടെ കാണാനേ കഴിഞ്ഞിട്ടില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.